തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയതോടുകൂടിയിട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ മുഖം തന്നെയാണ് മാറാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വാർത്തകൾ തന്നെയാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി, മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EK നായനാരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഭാര്യ ശാരദ ടീച്ചറുമായിട്ട് സൗഹാർദ്ദം പങ്കുവെച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഭാര്യ ശാരദ ടീച്ചറോട് സുരേഷ് ഗോപിയുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശാരദ ടീച്ചർ ഒരമ്മ കാണിക്കുന്ന അതേ വാത്സല്യത്തോടു കൂടി തന്നെ സുരേഷ് ഗോപിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വലിയ സന്തോഷം തന്നെയാണ് നൽകുന്നത്. അപ്പോ ഇത് ഈ ശാരദ ടീച്ചർ ഈ ഒരു അമ്മ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പേയും ഇവരിവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ ചിലർക്കൊക്കെ എങ്കിലും തോന്നും എന്തിനാണിപ്പോ ഇതൊക്കെ ഇവിടെ ഒരു ചർച്ചയാക്കുന്നത്, ഇത് അദ്ദേഹം മുന്നേയും വന്നിട്ടുള്ളതാണല്ലോ എന്ന്. എന്നാൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഈ ഒരു വരവിന്, ഈ ഒരു സൗഹാർദ്ദത്തിന്, ഈ ഒരു നന്മക്ക്, ഈ ഒരു സ്നേഹത്തിന് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് സുരേഷ് ഗോപി ഒരു MP ആണ്, മന്ത്രിയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമാ നടനും ഒരു സാധാരണ രാഷ്ട്രീയ നേതാവും മാത്രമായിരുന്നു. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഇങ്ങനെ തോന്നുന്ന എന്തുകൊണ്ട് ഇത്ര പ്രസക്തിയായി എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൽ മറ്റു 19 MP മാരുണ്ട്, കേരളത്തിൽ 140 MLA മാരുണ്ട്. ഇവരാരെങ്കിലും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഇതുപോലെ എതിർഭാഗത്തുള്ള ഒരു മുഖ്യമന്ത്രി മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിലേക്ക്, അവരുടെ ഓർമ്മയുള്ള വീട്ടിലേക്ക് പോയിട്ടുള്ളതായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുപോലൊരു സന്ദർശനത്തെക്കുറിച്ച് എതിർഭാഗത്തുള്ളൊരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അദ്ദേഹം മരണപ്പെട്ടിട്ടും വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെയുള്ളൊരു സന്ദർശനത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കേരളത്തിലെ മറ്റു 19 MP മാരും 140 MLA മാരും ഒക്കെ എന്തിന് പറ്റുമെന്നല്ലേ സുബോധമുള്ളവർ ചിന്തിക്കേണ്ടത്? ഇതല്ലേ നമ്മുടെ കേരളത്തിൽ സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇതൊരു ലോകോത്തര നിലവാരമുള്ളൊരു പൊളിറ്റിക്സ് ആണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ അതിനുശേഷം സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് വിവേകമുള്ള ഒരു ജനത ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയം എന്താണ്? കുത്തും വെട്ടും കൊലയും കൊലപാതകവുമായിട്ടല്ലേ നമ്മുടെ രാഷ്ട്രീയം നിരന്തരം വാർത്തകളിൽ വരാറുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റമാണ്, വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റമാണ് സുരേഷ് ഗോപി ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എതിർഭാഗത്തെ ഒരു മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖം മാറുന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഈ ഒരു രാഷ്ട്രീയത്തിന് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പുതുതലമുറയും സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും വരും കാലങ്ങളിലും സ്വീകരിക്കുക എന്നുള്ളത് സകല ആളുകളും മനസ്സിലാക്കിക്കോളൂ. സുരേഷ് ഗോപിയുടെ ഈ ഒരു രാഷ്ട്രീയത്തിന് നമ്മുടെ കേരളത്തിൽ വലിയ സ്വീകാര്യതയുണ്ടാവും. ഈ വരുന്ന നാളുകളിൽ നമ്മുടെ കേരളത്തിൽ അത് റിസൾട്ടുകളിലൂടെ തന്നെ വളരെ പ്രകടമാവും എന്നുള്ളതിലും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട.